الحمد لله الذي فضل أوقات رمضان على غيره من الأزمان وأنزل فيه القرآن هدى للناس وبينات من الهدى والفرقان وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ റമദാനിനെ കൂടി എത്തിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തന്നിരിക്കുകയാണ്. തീർച്ചയായും പ്രിയമുള്ളവരെ, ഈ റമദാൻ വലിയൊരു മുതൽക്കൂട്ടായി ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മീസാനിൽ കനം കൂടണം. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഷഹീദിനേക്കാൾ ദറജ ലഭിക്കാൻ ഒരു റമദാൻ പരിപൂർണമായി ഉപയോഗപ്പെടുത്തിയ മനുഷ്യന് സാധ്യമാകുമെങ്കിൽ അത് നേടിയെടുക്കാനുള്ളൊരു ശ്രമങ്ങളാണ് ഈ ദിനരാത്രങ്ങളിൽ നമ്മളിൽ ഉണ്ടാകേണ്ടത്. നമ്മളിലേക്ക് നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ എന്റെ അമലു സ്വാലിഹാത്തുകൾ എത്രയാണ്, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ എത്രയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ ഉതകുന്ന അമലുകൾ ചെയ്യാൻ എനിക്ക് തൗഫീക്ക് കിട്ടിയിട്ടുണ്ടോ നമ്മൾ ആലോചിക്കണം. ഇതുവരെയുള്ള ജീവിതങ്ങളെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനിയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ഒരു മനസ്സാണ് നമ്മളിലൂടെ കടന്നു വരേണ്ടത്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, എന്താണ് നമ്മളുടെ അമലുകളുടെ അവസ്ഥ എന്ന് ഒരു ആത്മപരിശോധന നല്ലതാണ്. ഒരുപാട് നമ്മൾ വിചാരിക്കുന്നുണ്ട്, ഞാൻ കുറച്ചു നാളായിട്ട് മുടങ്ങാതെ നമസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്, റമദാനുകളിൽ നോമ്പുകൾ എടുക്കാറുണ്ട്,
ഈ അമലുകളെ കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കാൻ മാത്രമുള്ള ഇബാദത്തുകൾ എന്റെ കയ്യിലുണ്ടോ എന്ന ആത്മപരിശോധന ആദ്യം നമ്മളിലൂടെ വേണം. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ചെയ്യുന്ന അമലുകളുടെ കനം കൊണ്ട് മാത്രം നമ്മൾ അള്ളാന്റെ കോടതിയിൽ അള്ളാഹു തന്നതിന് പകരമായി രക്ഷപ്പെടാൻ കഴിയില്ല. മഹാനായ ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹു, മദീനയുടെ ബക്കഇന്റെ ഖബർസ്ഥാനിൽ ആദ്യമായി മറവ് ചെയ്യപ്പെട്ട സഹാബി, അള്ളാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം മരണപ്പെട്ട സന്ദർഭങ്ങളിൽ ജനാസ കാണാനായി കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി പറഞ്ഞ വാക്കുണ്ട്, ലാ കറമഹുല്ലാഹ്, ഉസ്മാൻ ബിൻ മൽഊനിനെ അള്ളാഹ് ആദരിച്ചിട്ടുണ്ട് എന്ന്. അള്ളാഹിന്റെ മുത്ത് റസൂൽ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്ത് തെളിവാണ് നിന്റെ കയ്യിലുള്ളത്? അള്ളാഹുവാണ് ഉസ്മാൻ ബിൻ മൽഊനിന് ഖൈർ വേണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ അള്ളാഹ് ആദരിച്ചു എന്നുള്ളതിന് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? വല്ലാഹി വഅന റസൂലുള്ള, ഞാൻ അള്ളാന്റെ റസൂലാണ്, അത് സത്യമാണ്. പക്ഷേ മുഹമ്മദ് എന്ന ഞാൻ പോലും രക്ഷപ്പെടണമെങ്കിൽ ഇല്ലാ അയ്യതഅമ്മദനി അല്ലാഹു റബ്ബി ബിറഹ്മതി, അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാൻ പോലും രക്ഷപ്പെടില്ല. അമല് കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയണില്ല. അതിന്റെ പുറമെ അള്ളാഹുവിന്റെ കാരുണ്യം കൂടെ എന്നിലൂടെ കടന്നു വരണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ പരിശോധിച്ചു നോക്ക്, നമ്മൾ ചെയ്ത അമലുകൾ സ്വമേധയാ കുറവാണ്. അള്ളാഹുവിന്റെ പ്രവാചകരിൽ നിന്ന് അധ്യാപനങ്ങൾ പകർത്തിയെടുത്ത് ലോകത്തിന് സമ്മാനിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രാത്രികളെ റമദാൻ എന്ന് വേണ്ട അല്ലാത്ത രാവുകളെ പോലും മൂന്നായി പകുത്തുവെച്ച് ഒരു ഭാഗം മാത്രം വിശ്രമിച്ച് ഒരു ഭാഗം റസൂലിൽ നിന്ന് പഠിച്ച ഹിഫ്ളുകളെ ഓർത്തെടുത്ത് ഒരു ഭാഗങ്ങളിൽ അല്ലാഹ്ക്ക് വേണ്ടി രാത്രി നമസ്കാരങ്ങളെ നിർവഹിച്ച് മരണം വരെ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുമ്പോൾ സങ്കടപ്പെടാൻ. എന്തുകൊണ്ടാണ് അബൂ ഹുറൈറ താങ്കൾ കരയാനുള്ള കാരണം എന്താണ്? അദ്ദേഹം പറയാണ്, സഫറു ത്വീൽ, എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ദൂരമുണ്ട്. എന്റെ ഖബറും കടന്ന് മഹ്ശറും കടന്ന് സ്വർഗനരകങ്ങളുടെ യാത്ര ഒരുപാടാണ്. പക്ഷെ വസ്സാദു ഖലീൽ, എന്റെ കയ്യിലുള്ള വിഭവങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ഞാൻ ചെയ്ത അമലുകൾ എന്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ എന്ന് പ്രവാചകനിൽ നിന്ന് ഹദീസുകൾ ഒപ്പിയെടുത്ത് ഇന്ന് നിങ്ങൾക്കറിയോ തഖ്വാ മസ്ജിദിന്റെ മിമ്പറിൽ അബൂ ഹുറൈറ റിവായത്ത് ചെയ്തൊരു ഹദീസ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോ അതിന്റെ പുണ്യം അങ്ങ് അബൂ ഹുറൈറയുടെ ഖബറിലെത്തുമാറ് അത്ര വലിയ സേവനങ്ങൾ ലോകത്ത് സംവിധാനിച്ച് ചെയ്തു പോയ ആ മഹാരഥനാണ് പറയുന്നത്, എന്റെ കയ്യിൽ വിഭവങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ എന്നാണ്. പഠിക്കാനും ഇൽമു നേടാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും മദീനയുടെ മസ്ജിദ് നബവിയുടെ ഓരത്ത് ടെന്റ് കെട്ടി ജീവിച്ച പട്ടിണിക്കോലങ്ങള്, ബോധം പോലും ഭക്ഷണമില്ലാതെ തളർന്നു വീണ് നഷ്ടപ്പെട്ടു പോയ ആ മഹാരഥനായ സഹാബി പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, എന്റെ കയ്യിൽ എന്തുണ്ട്? അമലു സ്വാലിഹാത്തായിട്ട് എന്തുണ്ട് എന്റെ കയ്യില്? അതുപോലെ നിങ്ങളാലോചിക്കുക, അല്ലാഹു സ്വീകരിക്കുമെന്ന് പറയാൻ. നമ്മൾ ചെയ്തിട്ടുണ്ട് പലതും. അത് അള്ളാന്റെ അടുക്കൽ ഉണ്ടാകുമോ? അമലു സ്വാലിഹാത്തിൽ കനം കൂടുമോ? അതല്ല നാളെ പരലോകത്ത് കൊണ്ടുവരുമ്പോ വജ്ഹ സ്വാഹിബിഹ, അത് കൊണ്ടുവന്നവന്റെ മുഖത്തേക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞോ എന്ന് പറയപ്പെടുന്ന ഹതഭാഗ്യവാന്മാരിൽ നമ്മൾ പെടുമോ? നമ്മൾ അള്ളാഹിനോട് മനസ്സിരുത്തി പറഞ്ഞിട്ടുണ്ടോ, റബ്ബേ എന്റെ നോമ്പ് സ്വീകരിക്കണേ അല്ലാ, എന്റെ നിസ്കാരം സ്വീകരിക്കണേ അല്ലാ, ഇത് നീ കബൂൽ ചെയ്യുമോ എന്ന ഭയം വന്നിട്ടുണ്ടോ? വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇബ്രാഹിം നബി ഇസ്മായിൽ അലൈഹിസ്സലാം കഅബാലയത്തിന് അടിത്തറവാകുമോ? അല്ല പറഞ്ഞിട്ട് ചെയ്ത പണിയെ പക്ഷേ അല്ല സ്വീകരിക്കുമോ എന്ന ഭയമാണ് അവരുടെ ഉള്ളിൽ നിന്ന്. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റബ്ബേ എന്നവര് മനസ്സിരുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാനുള്ള ഒരു മനസ്സ് നമ്മളിൽ കടന്നു വരുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഈ ചെയ്തു വന്ന അമലുകൾക്ക്, നോമ്പിന് അതിന് ഭംഗി പോരാ എന്ന്, ഇന്ന അപാകതകളുണ്ട് എന്ന് രാത്രി തറാവീഹ് നിസ്കരിക്കുമ്പോ നിനക്കതിന്റെ പുണ്യത്തിൽ ഇത്ര അപാകതകളുണ്ടെന്ന് നാളെ പരലോകത്ത് അല്ലാഹു നമ്മളോട് പറഞ്ഞാൽ എവിടെന്ന് സ്വരൂപിക്കാൻ കഴിയുമെന്ന ചിന്ത നമ്മളുടെ മനസ്സുകളിലൂടെ കടന്നു വന്നിട്ടുണ്ടോ? വിരിപ്പ് കച്ചവടക്കാരനായ സഹാബി പോലും തന്റെ വിരിപ്പുകളെ കച്ചവട കമ്പോളത്തിലിടുമ്പോ കൂടെയുണ്ടായിരുന്ന സഹാബികൾ പറഞ്ഞു, ഈ പറഞ്ഞ വിലയൊന്നും ഇതിന് തരാൻ പറ്റില്ല, ഒരുപാട് ന്യൂനതകളുള്ള വിരിപ്പാണ് നീ നെയ്തു വെച്ചത്. അദ്ദേഹം കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നത്? സഹാബത്തിന്റെ സാഹോദര്യ ബുദ്ധി, പറഞ്ഞ വില തരാൻ ഞങ്ങൾ തയ്യാറാണ്.
അദ്ദേഹം പറഞ്ഞു, നാളെ അള്ളാന്റെ കോടതിയിൽ എന്റെ ഇബാദത്തുകളെ ഞാൻ നിവർത്തിയിടുമ്പോ അതിന് റബ്ബനോട് പോരായ്മയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരാനാണ്? തിരിച്ചു വരാൻ എനിക്കൊരവസരമില്ല. പ്രിയമുള്ളവരെ, കഴിഞ്ഞ റമദാനിന്റെ 5-6 ദിനരാത്രങ്ങൾ നമ്മളിലേക്ക് ഇനി തിരിച്ചു വരാനില്ല. ഇനിയുള്ള ദിവസങ്ങളാണ്. പരലോകത്ത് പോയാൽ തിരിച്ചു വരാൻ നമ്മളുടെ മുമ്പിൽ അവസരങ്ങളില്ല. അതുകൊണ്ട് അമലുകളെ മാക്സിമം ചെയ്യാൻ, അത് സ്വീകരിക്കണേ എന്ന് റബ്ബിനോടൊന്ന് മനസ്സിരുന്നി അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ, ഈ റമദാനിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞുപോ നമ്മളോട്. ആ രീതിയിലൂടെ ഉപയോഗപ്പെടുത്താൻ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഇബാദത്തുകളെ ഞാനൊന്ന് കോർത്തിണക്കി മാത്രം ഇൻഷാ അല്ലാഹ് ഈ പരിമിതമായ സമയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്നാമതായി നമ്മുടെ മനസ്സിലാക്കേണ്ടത് അതിന്റെ അസ്വിയാം, നോമ്പാണ്. അല്ലാഹുവിലുള്ള പ്രതിഫലം ആഗ്രഹിച്ച് തൗഹീദിൽ അടിയുറച്ച ഈമാനോടുകൂടെയുള്ള നോമ്പുകളാണ് വേണ്ടത്. ഖുർആൻ പറഞ്ഞില്ല, ശഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസമാണ് ഖുർആൻ നിങ്ങളിലേക്ക് തന്നത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ സുവ്യക്തതകളും അല്ലാഹു വിശദീകരിച്ചിട്ട് പറയാണ്, ഫമാ ശഹിദ മിൻകും അശ്ശഹ്റ ഫൽയസും, ആരിയൊരു മാസത്തിൽ ഹാജരുണ്ടോ ഈ മാസം മുഴുവനായും അല്ലാഹ്ക്ക് വേണ്ടി നോമ്പെടുക്കട്ടെ. ഈ മാസം മുഴുവനായി അല്ലാഹ്ക്ക് വേണ്ടി നോമ്പെടുക്കാൻ, അല്ലാഹ് പറഞ്ഞതുപോലെ നോമ്പെടുക്കാൻ, വിധിവിലക്കുകളെ അതേപടി പാലിക്കാൻ. എങ്ങനെ? നമ്മൾ വിചാരിക്കും ഒരു അത്താഴമല്ലേ. നിങ്ങളുടെ മുമ്പ് വേദക്കാർ ഇവിടെ നോമ്പെടുത്തിരുന്നു, അവർ അത്താഴം കഴിച്ചിരുന്നില്ല. നിങ്ങൾ അത്താഴം കഴിക്കണേ. അവർ നോമ്പ് തുറക്കാൻ പിന്തിപ്പിച്ചിരുന്നു, അവരുടെ പണി നിങ്ങൾ കാണിക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, ഇത്ര അത്യാധുനിക സൗകര്യങ്ങളുള്ള ഈ കാലഘട്ടങ്ങളിലും ഒരു മിനിമം ഒരു ആൻഡ്രോയിഡ് ഫോൺ പോലും കയ്യിലില്ലാത്ത ഒരാൾ പോലുമില്ല. എന്നിട്ട് പോലും നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി 5 മിനിറ്റ് സൂക്ഷ്മതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ പള്ളിയിൽ നിന്ന് ബാങ്ക് വരട്ടെ എന്ന് കാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സമയമാകുമ്പോ നോമ്പ് തുറക്കാൻ അങ്ങ് ജൂത ക്രിസ്ത്യാനികളുടെ അവർ നോമ്പിനെ പിന്തിപ്പിക്കാറുണ്ടായിരുന്നു. ആ പണി നിങ്ങൾ ചെയ്യല്ലേ എന്ന് പറഞ്ഞു. നമ്മളിത് 14 മണിക്കൂർ പട്ടിണി കിടക്കുന്ന, 13 മണിക്കൂർ പട്ടിണി കിടക്കുന്ന ഒരാൾക്ക് 4-5 മിനിറ്റോ പ്രശ്നമായിട്ടല്ല. പക്ഷെ ഇസ്ലാമിന്റെ ശരീഅത്തുകളെ പാലിക്കപ്പെടണം. അങ്ങനെ നല്ല രീതിയിൽ കളവില്ലാതെ, ചതിയില്ലാതെ, വഞ്ചനയില്ലാതെ, ഏഷണിയില്ലാതെ, പരദൂഷണമില്ലാതെ കഴിഞ്ഞ ഖുത്ബയിൽ ഇൻഡത്തായി പല കാര്യങ്ങളും സൂചിപ്പിച്ചതാണ്. അങ്ങനെ നോമ്പ് കൊണ്ട് ധന്യമാക്കാൻ ഈ റമദാൻ. അപ്പൊ നമ്മൾ നിയ്യത്ത് വെക്കണം. അല്ലാഹ് നിയ്യത്ത് വെക്കണം. എന്താണ് നമ്മളൊക്കെ നിയ്യത്ത് വെക്കുന്നത്? സുബൈന്റെ മുമ്പ് നാളത്തെ ഫർളിന് ഞാൻ കരുതി എന്നൊക്കെ പലരും മനസ്സിൽ നിയ്യത്ത് വെക്കും. അല്ലാഹു തആല ഫർള് നമുക്ക് വീട്ടി തരും, അതൊരു സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ എന്ത് മല പോലെ ആഗ്രഹിക്കുന്നുവോ അവിടെയാണല്ലോ അതിന് കൂലി നൽകുക. അല്ലാഹുവേ, ഈ നോമ്പ് കൊണ്ട് എനിക്ക് സ്വർഗം തരണേ അല്ലാ. നോമ്പിന്റെ പ്രതിഫലം സ്വർഗമാണ്. ഈ നോമ്പ് കൊണ്ട് നരകമോചനം എനിക്ക് തരണേ അല്ലാ. നോമ്പിന്റെ പ്രതിഫലം നരകമോചനമാണ്. പാപങ്ങളെ പുറത്തു തരണേ. മൻ സ്വാമ റമളാന ഈമാനം വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞുപോയ കാലങ്ങളിലെ പാപങ്ങളല്ല പുറത്തു തരാൻ നോമ്പ് കാരണമാണ്. പുറത്തു തരണേ അല്ലാ. അല്ലാഹനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. നല്ല രീതിയിലൂടെ അള്ളാന്റെ അടുക്കൽ വന്നു നിൽക്കുന്ന നോമ്പുകാരന്റെ വായുടെ കസ്തൂരിയുടെ സുഗന്ധമായി വന്നു നിൽക്കുന്ന തൗഫീഖ് നൽകണേ അല്ലാ. ഇങ്ങനെ അള്ളാനെ കണ്ടുമുട്ടാൻ നോമ്പ് കൊണ്ട് ആഗ്രഹിക്കാവുന്ന ഫളലുകളൊക്കെ ആഗ്രഹിച്ച്, അപ്പോഴാണ് അല്ലാഹ് അതിന് പർവ്വത സമാനമായി പ്രതിഫലം നൽകുന്നത്. ഇനി ആ റമദാനിൽ നമുക്ക് ചെയ്യാനുള്ളത് തിലാവത്തുൽ ഖുർആനി വതദബ്ബുറു, അള്ളാന്റെ ഖുർആനിന്റെ പാരായണമാണ്. അതിനെപ്പറ്റിയുള്ള ചിന്തകളാണ്. ഖുർആൻ പാരായണങ്ങൾ ഉണ്ടാവും നമ്മളുടെ പക്കൽ. പക്ഷെ പാരായണങ്ങൾ മാത്രമല്ല, വതദബ്ബുരിഹി, അതിനെ ചിന്തിക്കണേ. അള്ളാഹന്റെ ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുള്ള പാരായണങ്ങൾ ഉണ്ടാവാൻ നമ്മൾ ആലോചിച്ച് നോക്ക്. ഈ മാസം ചെയ്യാൻ കഴിയാവുന്ന എന്താണെന്നറിയാം അതിന്റെ പ്രതിഫലം. നോർമലി റമദാന്റെ മുമ്പ് ഖുർആൻ ഓതിയാൽ മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു 10 ഹസന, ഒരു ഹർഫിന് അല്ലാഹു തആല നൽകുന്നത് 10 നന്മയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അലിഫ് ലാം മീമിലെ അലിഫ് ഒരക്ഷരമാണ്, അതിന് 10 നന്മ റമദാനിന്റെ മുമ്പ്. റമദാനാണെങ്കിലോ
ഇലാ 700 ളിഅഫിൻ, അതിന്റെ 700 ഇരട്ടി വരെ അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. ഒരു തവണ ഈ റമദാനിൽ ഖത്മ ചെയ്യാൻ കഴിഞ്ഞാൽ 6200 ചില്ലറ ആയത്തുണ്ട് ഖുർആനിൽ. 3,23,000 വരുന്ന ഹർഫുകളുണ്ട് ഖുർആനിൽ. 3,23,000 വരുന്ന അക്ഷരങ്ങളുണ്ട് അള്ളാന്റെ ഖുർആനിൽ. നിങ്ങളും നോക്ക്, 10 നന്മ മുതൽ 700 ഇരട്ടി വരെ അള്ളാഹു പ്രതിഫലം നൽകുമ്പോ എത്ര പുണ്യങ്ങളാണ് റമദാനിലൂടെ വാരിയെടുക്കാനുള്ളത്. പക്ഷെ മടി പിടികൂടുന്നുണ്ടോ? നമ്മുടെ പള്ളിയിൽ ഇരുന്നിങ്ങനെ ഖുർആൻ നോക്കിയാൽ നമുക്ക് ഉറക്കം വരും, ക്ഷീണാണ്, പുറത്തു പോകണം. ഇതേ പള്ളിയുടെ വരാന്തയിലെ സോഷ്യൽ മീഡിയ നോക്കി എത്ര സമയം നിന്നാലും നമുക്ക് മടുപ്പ് വരുന്നില്ലെങ്കിൽ മനസ്സിന് എവിടെ എന്തൊക്കെയോ പിടികൂടിയിട്ടുണ്ടെന്ന ബോധ്യം ഉണ്ടാവുക അള്ളാന്റെ ഖുർആനിന്റെ പാരായണം. സഹാബ 3 ദിവസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കുകയാണ്. 5 ദിവസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കുന്നവരുണ്ട്. 7 ദിവസം കൊണ്ട് ഖത്മ തീർക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, ഒരാഴ്ച പിന്നിടാനുള്ള സമയമായിട്ടുണ്ട്. എത്ര ഇതുവരെ ഓതിയിട്ടുണ്ടെന്ന് ആലോചിക്കാൻ ഇനിയും മിന്നിമായുന്ന വേഗതയിൽ ഈ റമദാന് വിട പറയുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് അതിന് ഞാൻ ഖത്മ ചെയ്യുമെന്ന് തീരുമാനമെടുക്കാൻ. ഖുർആന്റെ പാരായണ അത്താഴത്തിന്റെ സമയം പോലും അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, റസൂലുള്ളാഹിന്റെ കൂടെ അത്താഴം കഴിച്ചപ്പോ ഖീലകം കാന ബൈനഹുമാ, അതിനിടയിൽ എത്ര സമയമുണ്ടായിരുന്നു? ഖാല 50 ആയ, 50 ആയത്ത് ഖുർആൻ ഓതാനുള്ള സമയം ഉണ്ടായിരുന്നു. ആ സമയം പോലും ഖുർആൻ ഉപയോഗപ്പെടുത്തി. നമ്മുടെ തറാവീഹ് നിസ്കരിക്കാൻ വരും, എണ്ണത്തിന്റെ മേലെ തർക്കിക്കുന്ന ആളുകളൊക്കെ കാണാൻ പറ്റും. പക്ഷെ അള്ളാന്റെ ഹബീബ് ഫോക്കസ് ചെയ്തത് എണ്ണത്തിലല്ല, അതിന്റെ വണ്ണത്തിലാണ്. വലാ തസ്അൽന അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിന്റെ അഴകും ദൈർഘ്യവും നിങ്ങൾ ചോദിക്കേണ്ടതാണ്. അതിന്റെ അഴകും. റസൂലുള്ള രാത്രി നിസ്കരിക്കാൻ നിന്ന് സുബഹിയാവുമ്പോഴേക്കും മുത്തനബിക്ക് 11 പേരൊക്കെ എത്തിക്കാൻ പറ്റില്ലുള്ളൂ. കാരണം എന്താണ്? അത്ര മനോഹരമായി ഖുർആൻ ഓതി അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ഈ റമദാനിൽ ഈ നോമ്പും ഖുർആനും അള്ളാന്റെ അടുക്കൽ നമുക്ക് വേണ്ടി സാക്ഷി പറയണം. ആ ഒരു നിയത്തിൽ ഓതി വേണ്ടേ? നോമ്പ് പറയണം അല്ലാഹുവിനോട്, റബ്ബേ മനജഹുത്വാം, അവന്റെ ഭക്ഷണങ്ങളെ ഞാൻ തടഞ്ഞവനാണ്, അവന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ ആഗ്രഹങ്ങളെ ഞാൻ തടഞ്ഞവനാണ്. ഫശഫ്ഇനി ഫീ, ആ മനുഷ്യന്റെ വിഷയത്തിൽ എന്റെ ശുപാർശ സ്വീകരിക്കണേ അല്ലാഹ്. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് മനഅതുഹുന്നവും, അവന്റെ ഉറക്കം ഞാൻ തടഞ്ഞവനാണല്ലാ. എന്നെ പാരായണം ചെയ്യാൻ ഉറക്കങ്ങളെ നഷ്ടപ്പെടുത്തിയവനാണ് റബ്ബേ. അതുകൊണ്ട് ഫശഫ്ഇനി ഫീ, ആ മനുഷ്യന്റെ വിഷയത്തിൽ എന്റെ ശുപാർശ സ്വീകരിക്കണേ അല്ലാ. ഫയുശഫിആൻ, അങ്ങനെ ആ 2 ശുപാർശകൾ സ്വീകരിക്കപ്പെടുന്നതാണ്. ഖുർആൻ നമുക്ക് വേണ്ടി അങ്ങനെ പറയും. ഉറക്കമൊഴിഞ്ഞ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടോ പ്രിയമുള്ളവരെ? അതിന്റെ തദബ്ബുറുണ്ടാവാൻ ഖുർആൻ ഇറങ്ങിയ മാസങ്ങളിൽ അതിന്റെ ആശയങ്ങൾ വന്ന ജീവിതത്തിൽ പരിവർത്തനങ്ങളുണ്ടായി, മാറ്റമുണ്ടാവാൻ. ആശയങ്ങൾ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ നന്നാവാത്തത്. അതിന്റെ അർത്ഥം നമ്മൾ പറയില്ലേ, ഈ റമദാനിൽ ഹറമിലെ തറാവീഹൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ എത്ര ആത്മാർത്ഥമായവർ നിൽക്കുന്നു. ഇമാം ഇങ്ങനെ ഓതുമ്പോ ആളുകൾ കരയാൻ, ഇമാമ് കരയാൻ. ആ ഖുർആൻ തന്നെ നമ്മളും കേട്ടില്ലേ? ഈ ലോകത്തോട് വിട പറയുന്ന രംഗം, ഏതോ ഒരു പ്രത്യേകമായ ദിശയിലേക്ക് കണ്ണ് നട്ട് കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് പോലും സ്വന്തം കരങ്ങളെ കൊണ്ട് തുടക്കം കഴിയാതെ നിസ്സഹായനായി കാത്തുകെട്ടി കിടക്കുമ്പോ ഈ ലോകത്തോടെ വിട പറയാൻ റൂഹ് വന്ന് തൊണ്ടക്കുഴിയിലൂടെ കുരുങ്ങാൻ. ഇനി മടങ്ങാൻ പറ്റണില്ല. ഭാര്യയുടെ മടിത്തട്ടിയിലാണ്, ഉമ്മയുടെ മടിത്തട്ടിയിലാണ്. അവിടുന്ന് വേദന സഹിക്കാൻ കഴിയാതെ ഇനി വൈദ്യം നടത്താൻ ആരുണ്ട്? ചികിത്സ നടത്താൻ ആരുണ്ട്? വേദന സഹിക്കാൻ കഴിയാതെ കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുന്ന രംഗം ഇങ്ങനെ അള്ളാന്റെ ഖുർആനിന്റെ ആ സൗന്ദര്യത്തിലൂടെ കടന്നു വരുമ്പോ ഹൃദയം വിറക്കില്ലേ പ്രിയമുള്ളവരെ? മാറ്റണ്ടാവില്ലേ? ഉമ്മാനോട്, വാപ്പാനോട്, മക്കളോട്, കുടുംബത്തോട് സ്നേഹമുള്ളവരെ, റമദാനിൽ ഈ ബന്ധങ്ങൾ അകറ്റണ്ട. അവിടെ നോക്ക്, നിങ്ങള് സൂറത്ത് അബസയുടെ അവസാനത്തിലേക്കല്ല അല്ലാഹു തആല പറയാൻ, നിങ്ങൾ യൗമ യഫിറുൽ മർഉ മിൻ അഖീ വഉമ്മിഹി വഅബീ വസാഹിബതിഹി വബനീ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഅനി.
എല്ലാവരിൽ നിന്നും ഇട്ടെറിഞ്ഞോടിപ്പോകുന്ന നിമിഷമില്ലയോ? ഉമ്മയെ വേണ്ട, ബാപ്പയെ വേണ്ട, മക്കളെ വേണ്ട, പ്രിയമുള്ളവരെ ആറ്റുനോറ്റ് കിട്ടിയ പൈതലിന് നരകത്തിലിട്ടാലും വേണ്ടില്ല റബ്ബേ, എന്നെയൊന്ന് രക്ഷിക്കുമോ അല്ലാ? പ്രിയപ്പെട്ട ഉമ്മാനെ കണ്ടില്ല എന്നുള്ള ഭാവം നടിക്കുമ്പോ ഉറക്കമൊഴിച്ച് പരിചരിച്ച ഉമ്മ കണ്ടില്ലേ, നമ്മള് ചുറ്റിക കൊണ്ട് തലക്കടിച്ച മകനെ പോലും ഉമ്മ പറയുന്നുണ്ട് കട്ടിൽ നിന്ന് വീണതാണെന്ന്. അങ്ങനെ മക്കളോട് തെറ്റിന് വരെ ന്യായീകരിക്കുന്ന ഉമ്മമാര് അള്ളാന്റെ കോടതിയിലൂടെ അവിടെ നിന്ന് അകന്നു പോകുന്ന നിമിഷമുണ്ട്, പേടിച്ചോടുകയാണ്. ആയത്തുകൾ ഉള്ളിലൂടെ കടന്നു വരുമ്പോ ഏത് ഹൃദയമാ വിറക്കാത്തത്? നമ്മളിലേക്ക് ഖുർആൻ ഇറങ്ങണില്ലേ? തറാവിഹ് നിൽക്കുമ്പോഴും മടിപ്പില്ലാതെ നിൽക്കാൻ ആശയങ്ങൾ വരട്ടെ. വിപ്ലവമുണ്ടാക്കും, മാറ്റുണ്ടാക്കും, ചെല്ലുണ്ടാക്കും. അറബികളെ മാറ്റിയില്ലേ? മക്കളെ കുഴിച്ചു മൂടിയവര്, മദ്യത്തിനടിമപ്പെട്ടവര്, വ്യഭിചാരത്തിനടിമകള് ലോകത്തിൽ ഏറ്റവും ഉന്നതരായ സഹാബത്തായി മാറി. ഖുർആൻ കൊണ്ടവരെ മാറ്റി. അവരെത്തിയെടുത്ത് നമ്മളെത്തൂല. കാരണം ഏറ്റവും നല്ല ഹൃദയമുള്ളവരെ അള്ളാഹ് സെലക്ട് ചെയ്തവരാ സഹാബ. നമ്മളവിടെ എത്തൂല. പക്ഷെ ഒറ്റ പോയിന്റ്, അവർക്ക് തോന്നിയതിന്റെ 2.5% മാറ്റം തോന്നിയ നമുക്ക് മാറിക്കൂടെ? ഇപ്പോഴത്തേനേക്കാൾ ഒരുപാട് മാറിക്കൂടെ? വെറും 2.5%. നമ്മളങ്ങനെ കടന്നു മാറ്റാൻ കഴിയില്ലേ? റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളായിട്ട് വന്ന ഉമർ പിന്നെ എപ്പോഴാ റസൂലുള്ളാഹിന്റെ പേരിൽ വാളൂരുന്നേ? എപ്പോഴാ? എന്റെ റസൂല് വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ വെക്കൂല. കണ്ടില്ലേ, എന്റെ നബി ഉറങ്ങിക്കിടക്കുകയാണ്. മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയ പോലെ പോയതാ. ഉൾക്കൊള്ളാൻ ഉമറിന്റെ മനസ്സിന് കഴിയണില്ല. എന്റെ റസൂല് വഫാത്തായിട്ടില്ല. ഇത്ര വലിയ മാറ്റം ഉണ്ടാക്കിയത് ഖുർആനല്ലേ? അല്ലേ? 200 ഒട്ടകത്തിന് വേണ്ടി മുത്തുനബിയുടെ തലയെടുക്കാൻ വേണ്ടി വന്നതാ. രണ്ടാമത് റസൂൽ അത് നോക്കേ, 20 ഭൗതിക സാമ്രാജ്യങ്ങളും ഒരാത്മീയ സാമ്രാജ്യവും കാൽ കീഴിൽ അടക്കി ഭരിക്കുമ്പോഴും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് 14 തുണ്ടം വെച്ചൊരു കമീസ് ഉണ്ടായിരുന്നേ. അതിനപ്പുറമൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് വാങ്ങാൻ ഖലീഫ ഉമറിനോട് ഇത് മാറ്റി മനോഹരമായ കമീസ് ധരിക്കണമെന്ന് പറയാൻ ധൈര്യം ഉണ്ടായില്ല സഹാബത്തിന്. ഐഷാബി ഹഫ്സാബി കാര്യം ധരിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞ മറുപടി എന്തെന്നറിയ? ഉമർ റളിയല്ലാഹു അൻഹു, ഒരു വിരിപ്പില്ലാത്തതിന്റെ പേരിൽ എന്റെ റസൂലിന്റെ ശരീരത്തിലെ ഈത്തപ്പന മട്ടിലിന്റെ അടയാളം വീണിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. മരിക്കണ നേരത്ത് പോലും മുട്ടിയ വയറുമായിട്ട ലോകത്തോട് വിട പറഞ്ഞ് ആ റസൂലുള്ളാഹിന്റെ അനുയായിയായ ഉമർ കടം വാങ്ങി വസ്ത്രം ധരിക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഈ മാറ്റം ഉണ്ടാക്കിയതാരാ? ലജ്നാന് പർവ്വതത്തിന്റെ താഴെ ഒട്ടകത്തിനെ മേക്കുമ്പോ ഒട്ടകത്തിന്റെ ഒട്ടിയ വയറ് നോക്കി കണ്ണീര് പൊഴിച്ചിരുന്ന ഇടയച്ചെറുക്കന് ലോകത്തിന്റെ ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരി കാലമേ നിനക്ക് പിറക്കുമോ? ഇതുപോലൊരു നീതിമാനായ ഭരണാധികാരി ഇല്ല. അത് സുവ്യക്തമാണെങ്കിൽ അതിനെ വാർത്തെടുത്ത അള്ളാന്റെ ഖുർആൻ. ഇനിയും മാറ്റമുണ്ടാക്കാൻ കഴിയണില്ലേ? നമ്മളിലെ മാറ്റമുണ്ടാക്കില്ലേ? മക്കളെ കുടിച്ചു മൂടിയിരുന്നവര് കരഞ്ഞു വന്നില്ലേ റസൂലുള്ളാഹിന്റെ മുമ്പില്? എന്തേ നമ്മളിൽ മാറ്റം ഉണ്ടാവണില്ല? ഈ ഖുർആൻ ഇറങ്ങിയ മാസം ഒരു ആത്മബന്ധം സൂക്ഷിക്കുക ഖുർആനോട്. കേൾക്കാൻ, പാരായണം ചെയ്യാൻ, ജീവിതത്തിലൂടെ പകർത്താൻ. അൽഹംദുലില്ലാഹ്, ശവ്വാലിന്റെ മാസപ്പിറവി കണ്ട് മാറുമ്പോ നല്ലൊരു ചലനമുണ്ടാക്കാൻ കഴിയും ഖുർആൻ കൊണ്ട്. അതുകൊണ്ട് ഖുർആൻ കൊണ്ട് ധന്യമാവണേ. ഒറ്റക്കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കേ, നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ നിഅമത്താണ് ഇൻസാലുൽ കുതുബി വ ഇർസാലുർ റുസുൽ. അല്ലാഹു വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചു, അത് പഠിപ്പിക്കാൻ പ്രവാചകനെ തന്നു. ആ ഖുർആൻ നമ്മളുടെ കയ്യിലുണ്ടായിട്ട് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണക്ക് നിൽക്കുമ്പോ ഒരുപക്ഷേ ഒരു മൊബൈൽ ഫോണും ഒരു ഖുർആനും നമ്മളുടെ 2 വശത്തായി നിൽക്കുമ്പോ ഇതിൽ ആരെ പരിഗണിച്ചു, ആരെ അവഗണിച്ചു എന്ന ചോദ്യം വന്നാൽ നിസ്സംശയം പറയും, മൊബൈലിനെ ഞാൻ പരിഗണിച്ചു, അല്ലാഹുവിന്റെ ഖുർആനെ ഞാൻ അവഗണിച്ചു. മൊബൈൽ ഫോൺ മുഴുവൻ വേണ്ട, അതിലൊരൊറ്റ ആപ്ലിക്കേഷൻ മതി. അതിനെ പരിഗണിക്കുന്നതിന്റെ 100-1 പരിഗണന പോലും അള്ളാന്റെ ഖുർആന് നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് അള്ളാന്റെ ഖുർആൻ പറയില്ലേ? അത് നമുക്ക് വേണ്ടി അനുകൂലമായിട്ട് പറയോ? റബ്ബേ, ഈ റമദാനിൽ ഖുർആൻ ഉപയോഗപ്പെടുത്തി ശുപാർശ സ്വീകരിക്കണമെന്ന് പറയോ? അതുകൊണ്ട് ഉപയോഗപ്പെടുത്താനുള്ള മനസ്സുണ്ടാവാ. മറ്റൊരു ഇബാദത്ത് ഫദ്ലു സ്വദഖ, സ്വദഖയുടെ ശ്രേഷ്ഠതകളാണ്. സദഖകൾ ചെയ്യാൻ, ധാരാളമായി ചെയ്യാൻ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദുന്നാസ്, ജനങ്ങളോട് ഏറ്റവും നല്ല ഔദാര്യം കാണിച്ചിരുന്നവനാണ്, ധാരാളമായി ജനങ്ങൾക്ക് കൊടുത്തിരുന്ന ആളാണ്. വകാന അജ്വദുമായ യകൂന ഫീ റമളാൻ, റമളാനിലാണ് ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വതക്ക ചെയ്യുക. ഹീന യൽഖാഹു ജിബ്രീൽ, ജിബ്രീലിനെ കാണുന്ന നിമിഷങ്ങളിലെല്ലാം എന്നൊക്കെ ജിബ്രീലിനെ കണ്ടോ അന്നൊക്കെ റസൂലുള്ളാഹി സ്വതക്ക ചെയ്യും. ആ ജിബ്രീലിനെ എല്ലാ ദിവസവും അള്ളാന്റെ ഹബീബ് കാണാറുണ്ട്. എന്നിട്ട് പറയാണ് എങ്ങനെ സ്വതക്ക ചെയ്യുന്നു? മിനർരീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റുപോലെ അള്ളാന്റെ ഹബീബ് സ്വതക്ക ചെയ്യാറുണ്ടായിരുന്നു. അടിച്ചു വീശുന്ന കാറ്റുപോലെ. ഏത് മുത്തുനബിയാ, ഏത് മുത്തുനബിയാ ജീവിതത്തിൽ ഒരിക്കൽ പോലും വയറു നിറച്ചില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ അള്ളാന്റെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലാ സ്വതക്ക ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ അവസരങ്ങളില്ലേ? ഒരുപാട് അവസരങ്ങളില്ലേ? നിസ്സാരല്ലാട്ടോ. അസ്സദഖത്തു തുത്ഫിഉൽ ഖത്തിയ, പാപങ്ങളെ അണച്ചു കളയുന്നതാണ് സ്വതക്ക. പാപങ്ങളെ അണച്ചില്ലാതെയാക്കുന്നതാണ്. കമാ യുത്ഫിഉൽ മാഉൻ നാർ, വെള്ളം തീ അണക്കുന്നത് പോലെ, വെള്ളം തീയിനെ അണച്ചു കളയുന്നത് പോലെ സ്വതക്ക പാപങ്ങളെ അണച്ചു കളയുന്നതാണ്. റസൂലുള്ളാഹി അടിച്ചു വീശുന്ന കാറ്റ് പോലെ ചെയ്തു എന്നാണ്. നമുക്ക് ചെയ്യാൻ അവസരങ്ങളില്ലായിട്ടല്ല. വല്ലാഹി ഇന്ന് ഈ ഖുതുബക്കാരനു മുമ്പ് ഇവിടെ വന്ന അപേക്ഷകളും നമുക്ക് ചെയ്യാനുള്ള കാര്യം ലിസ്റ്റ് പറഞ്ഞപ്പോ ഇത്രയൊക്കെ ഇന്ന് പറയാൻ പറ്റൂലല്ലോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു വീട് വെച്ചു കൊടുക്കുന്നുണ്ട് മദ്രസയിലോ ടീച്ചർക്ക് വേണ്ടി. നമുക്ക് ചെയ്യാൻ കഴിയുന്ന അവസരങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾക്ക് കുറവുകളുണ്ടായിരുന്നു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന അവസരങ്ങളാണ്. തൊട്ടപ്പുറത്തെ മഹല്ലിലെ കോലളമ്പിലെ മദർസയുടെ പണി നടക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന അവസരങ്ങളാണ്. നമ്മുടെ ഈ പള്ളി പരിപാലിക്കേണ്ടതാരാ? നമ്മളാണ്. നമുക്ക് ചെയ്യാനുള്ള അവസരങ്ങളാണ്. അങ്ങനെ നമ്മളിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്ര ആളുകൾ, പ്രിയമുള്ളവരെ, അടുത്ത ബന്ധുക്കളായി പ്രയാസങ്ങളിലും വിഷമതകളിലും നമ്മളിങ്ങനെ യൂട്യൂബ് ചാനലും വ്ളോഗുകളും നോക്കി പുതിയ പുതിയ എണ്ണപ്പലഹാരങ്ങളിലൂടെ യാത്ര ചെയ്ത് റമദാൻ വേറൊരു തലത്തിലേക്ക് ആളുകൾക്ക് പരിഹസിക്കാനുള്ളതാക്കി മാറ്റുമ്പോൾ അല്ലാട്ടോ, അതിനെ ആത്മാർത്ഥമായിട്ടൊന്ന് നെഞ്ചിലേറ്റാൻ ഇന്ന് നിങ്ങൾ ഖുത്ബ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു കൗണ്ടർ ഉണ്ടാവും. അതെന്തിനാണെന്നറിയോ? ഇവിടുത്തെ യതീമായ മക്കൾക്ക് വേണ്ടി, അനാഥരായ മക്കൾക്ക് വേണ്ടി, നിരാലംബരായ മക്കൾക്ക് വേണ്ടി പെരുന്നാളിന് വേണ്ടി വസ്ത്രം മേടിക്കാനുള്ളതാണ്. നമ്മുടെ ഒരു കുട്ടിയുടെ കയ്യിൽ പൈസ കൊണ്ടുപോയി കൊടുക്കില്ല, ഒരു കുട്ടിക്കും ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കില്ല. ഇവിടെ വാങ്ങുന്ന പൈസ കടകളിൽ ഏൽപ്പിച്ച് ടോക്കൺ മാത്രം അവരുടെ കയ്യിൽ കൊടുക്കുള്ളൂ. അവർക്ക് സംതൃപ്തിയോടെ വാങ്ങാൻ, ആര് കൊടുത്തു എന്നറിയാതിരിക്കാൻ, ആരുടെ കയ്യിൽ നിന്ന് വന്നു എന്നറിയാതിരിക്കാൻ, ഒരാളോടും ഒരു വിധേയത്വം ഉണ്ടാവാതിരിക്കാൻ. നമ്മൾ ആഴ്ചക്ക് 1300 ഇതൊന്നും നിങ്ങളോട് വെറുതെ പറയല്ല. നമ്മളിനി ഇപ്പൊ തന്നെ കണക്കൂട്ടി തുടങ്ങിയില്ലേ, 3000, 2500, 4000 ഒക്കെ വസ്ത്രം മേടിക്കാൻ ഒരാൾക്ക് വേണ്ടി കരുതുന്നവരെ. എല്ലാ കുട്ടികളും ഇങ്ങനെ പെരുന്നാളിന്റെ വസ്ത്രം ഇങ്ങനെ തയ്യാറെടുത്ത് ഇങ്ങനെ വരുമ്പോ മക്കൾക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ. അവരിങ്ങനെ പറയൂ, എനിക്ക് പെരുന്നാളിന് ജീൻസ് എടുത്തിട്ടുണ്ട്, ഇന്നതെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മക്കളിങ്ങനെ പറയുന്നതിൻ്റെ ഇടക്ക് ഇല്ലാസോനുണ്ടാവൂല്ല ആ കൂട്ടത്തില്. നീ എന്താ വാങ്ങിയെന്ന് ചോദിക്കുമ്പോ ആ കുട്ടി മാത്രം മനസ്സ് തളരൂല്ലേ? ഉമ്മാന്റെ അടുത്ത് പോയി ചോദിക്കൂല്ലോ, ഉമ്മ എനിക്കെന്താ വസ്ത്രം വാങ്ങാത്തേ? ഉമ്മ പറയും 2 ദിവസം കൂടെ കഴിയട്ടെ, എന്തെങ്കിലും ആവോ നോക്കാം. പക്ഷേ കുറച്ചൊക്കെ ബുദ്ധി ഉറച്ചിട്ടുള്ള മക്കളാണെങ്കിൽ എന്താ പറയാ, സാരമില്ല, കുഞ്ഞനുജത്തിക്ക് മേടിച്ചാലും ഞാൻ പഴയ ഡ്രസ്സ് ഏതെങ്കിലും ഇട്ടോളാം എന്ന് പറയണ മക്കളുണ്ട്, പ്രിയമുള്ളവർ. ഇല്ല എന്നൊന്നും വിചാരിക്കണ്ട. നമ്മൾ വിചാരിക്കുന്നുണ്ടോ നാടൊരുപാട് പുരോഗതിയിലാണ്. 100 കോടി ഇന്ത്യക്കാരെ ദാരിദ്ര്യത്തിലേക്ക് വീഴാൻ ഇപ്പുറത്തെ ഈ പൊങ്ങച്ചം കാണിക്കുന്ന കേന്ദ്ര ഭരണത്തിന്റെ കീഴിലെ 100 കോടി ഇന്ത്യക്കാരെ ദാരിദ്ര്യത്തിലേക്ക് വീഴാണെന്ന് പഠനങ്ങൾ തെളിയിക്കുമ്പോ അങ്ങനെ ഇല്ലേ വീടുകളിൽ ഉള്ളത് ഇട്ടോളാന്ന് പറയുമ്പോ മക്കളൊക്കെ പെരുന്നാളിന് കൂടെ പോകുമ്പോ നിങ്ങൾ കുഞ്ഞു മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ഡ്രസ്സിന്റെ സ്റ്റിക്കർ അവർ വാപ്പിയും കാണാതെ പകുത്തു വെക്കും. എന്തിനാ പറിക്കാൻ അവർക്ക് ഇഷ്ടമല്ല. അത് പെരുന്നാളിനൊക്കെ മറ്റുള്ളവരെ കാണിക്കാനാണ്. അതില്ലാത്ത വാപ്പല്ലാത്ത യതീമായ, നിങ്ങൾ ആലോചിക്കേണ്ട ഇവിടുത്തെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഒരു സാധാരണക്കാരന്റെ മകൻ നാളെ നമ്മളുടെ കുടുംബത്തിന് ഇത് വരുമെന്ന് അറിയില്ല. അല്ലാഹു ആലം. പെരുന്നാളും വസ്ത്രവും മുസല്ലയും പറഞ്ഞിരിക്കുന്ന കുടുംബത്തില് പ്രിയമുള്ളവരെ, അതിന്റെ ആഘോഷങ്ങൾക്ക് മുൻപില്ലാതെ യതീമായ മക്കൾ കാത്തിരിക്കുമെന്ന് പറയാൻ എനിക്കോ നിങ്ങൾക്കോ അറിയാത്ത സാഹചര്യങ്ങളുണ്ട്.
ആ നിസ്കാരം കഴിഞ്ഞ് പഴകിയ ചെരുപ്പമെടുത്ത് വീട്ടിലേക്ക് തിരിച്ചോടിപ്പോകുന്ന മക്കളുണ്ട്. പ്രിയമുള്ളവരെ, ഒരു നല്ല ഭക്ഷണത്തിന് പോലും സൗകര്യമില്ലാതെ ആരെങ്കിലും കൊടുത്ത ബിരിയാണിപ്പത് വീട്ടിൽ കൊണ്ടുവരുമ്പോ എന്തിനാ മോനെ ഇത് വാങ്ങിയെന്ന് ചോദിക്കുമ്പോ ഒരുപക്ഷേ അടുത്ത വീട്ടിൽ നിന്ന് ബിരിയാണിയുടെ മണം വന്ന് നമ്മളുടെ കുഞ്ഞു പെങ്ങളെങ്ങാനും അതിനു വേണ്ടി കരഞ്ഞാലോ എന്ന് ചോദിക്കുന്ന മക്കളുണ്ടാവില്ലേ പ്രിയമുള്ളവരെ? ഇല്ലേ? അവരെ ഒന്ന് കണ്ണീരൊപ്പാൻ, അവർക്കതിന്റെ ആഹ്ലാദത്തിന് കൂടെ നിൽക്കാൻ, ആ പെരുന്നാളിന്റെ അവസാന നിമിഷം വരെ കാത്തു നിൽക്കാനില്ല. ഈ വെള്ളിയാഴ്ചയും അടുത്ത വെള്ളിയാഴ്ചയും ഇവിടെ നിന്നിറങ്ങുമ്പോ ഒരു ഈദ് കിസ്വ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നു എന്ന് മാത്രം. ഈ ചങ്ങരംകുളത്തിന്റെ പരിസരങ്ങളിലെ വീടുകളിൽ നമ്മൾ ഓരോ കൊല്ലവും നെഞ്ചിലേറ്റിയവരാണ്, ഓരോ കൊല്ലം നെഞ്ചിലേറ്റിയവരാണ്. ഇവിടെ ഒരു നിയ്യത്തെടുക്കുക. സ്വതക്കക്കുള്ള അവസരങ്ങളിൽ റമദാനിൽ ഉലമാക്കളവരെ, ആവശ്യമുള്ളവരെ, പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കാം. കഫാലത്തുൽ ഐതാം, യതീമായ മക്കളെ കൈപിടിക്കാം, സംരക്ഷണം കൊടുക്കാം. അനാഥ മക്കൾക്ക് വേണ്ടി നമ്മളിതിലൊക്കെ അറിയാതെ പോകുന്ന ഒരു വിഷയങ്ങളുണ്ട്. നമ്മളൊക്കെ നാട്ടിൽ പ്രചരിച്ച കുറെ കാര്യമുണ്ട്. യതീം മക്കൾക്ക് 10 ദിവസത്തെ ഭക്ഷണം കൊടുക്കാൻ ഞാൻ നിയ്യത്താക്കി എന്ന് പറയും. ഞാൻ തെറ്റാണ് മോശമാണെന്നല്ല പറയാം. മക്കൾക്ക് ഭക്ഷണം കൊടുക്കാം, നല്ല കാര്യം തന്നെ. പക്ഷെ അതിനുവേണ്ടി നമ്മളിങ്ങനെ വിളിക്കും, ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് യതീം കുട്ടികൾ 10 ദിവസം എന്റെ വീട്ടിലേക്ക് വരണം. നിങ്ങൾക്കറിയോ, കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നതിനെ ഒഴിവാക്കുക. അള്ളാന്റെ ഹബീബ് ഭക്ഷണം കൊടുക്കൽ മാത്രമല്ലല്ലോ പറഞ്ഞേ, അനാഗ് വകാഫിലുൽ യതീമി ഹകദാ ഫിൽ ജന്ന. 2 വിരലിങ്ങനെ കാണിച്ചു, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും. അത് വല്ലാത്ത ഫീലാ പ്രിയമുള്ളവരെ. നമ്മൾ കൊടുക്കണ ഭക്ഷണം കൊണ്ടും തീരുവില്ല. മറ്റുള്ള മക്കൾ അവരുടെ പിതാക്കളുടെ കൈപിടിച്ച് നടക്കുമ്പോ, അവരതിന്റെ ആഘോഷങ്ങളിൽ മുന്നോട്ട് പോകുമ്പോ, അവരുടെ മുമ്പ് അവരുടെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോ ഇതിനൊന്നും വിധിയില്ലാത്ത പാവങ്ങളുണ്ടാവും. അവരൊന്ന് ചേർത്ത് വെച്ച് നോക്കുന്നത്. അതുകൊണ്ടല്ലേ ഹബീബ് പറഞ്ഞേ, ആ മക്കളുടെ തലയിൽ നിങ്ങളൊന്ന് തലോടുന്നത് പോലും എന്ന് പറയാനുള്ള കാരണം എന്താ? ആ തലോടൽ അവർ കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ആ കുട്ടികളോട് 3 ദിവസം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലേക്ക്. എന്തിനാ പ്രിയമുള്ളവരെ? നിങ്ങൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അവരതുപോലെ ചേർത്ത് പിടിച്ച് നമ്മളെ മക്കൾ വളരുന്ന അതേ സൗകര്യത്തിൽ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് മാറ്റി. ഒരുപക്ഷെ നോമ്പ് നഷ്ടപ്പെട്ടവരും മുദ്ദ കൊടുക്കുന്നവരും, അതൊക്കെ നമ്മൾ ആരും കൊടുക്കണ ഔദാര്യമായിട്ടല്ല. ഇനി സക്കാത്തും കൊടുക്കില്ലേ? ആരുടെ ഔദാര്യമില്ല, ഹക്കാണ്, അവരുടെ ഹക്കാണ്. നിങ്ങളുടെ സമ്പത്തല്ല, അവരുടെ സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ വന്നു പോയതാണ് സക്കാത്ത്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കാൻ. അങ്ങനെ യതീമുകളെ സംരക്ഷിക്കാൻ. ബിനാ ഉൽ മസാജിദ്, പള്ളി നിർമ്മാണങ്ങളോ, ഔ ഹഫറുൽ ആബാർ, കിണറുകളെ കുഴിക്കാനോ, വഹിയമിന സ്വദഖാത്തിൽ ജാരിയ, ഒക്കെ ജാരിയായ സ്വതക്കകളാണ്. അങ്ങനെ നമുക്ക് ചെയ്യാവുന്ന സ്വതക്കകളെ കൊണ്ട് സമ്പുഷ്ടമാക്കാൻ ഈ റമദാനിലൂടെ അതിൽപ്പെട്ടതാണ് സ്വതക്ക കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നോമ്പ് തുറപ്പിക്കാനുള്ള ഇഫ്താറു സ്വാഇം ഫി റമദാൻ. റമദാനിലെ നോമ്പ് തുറപ്പിക്കുക ആ സ്വതക്കയിലും പെടും. അതോടൊപ്പം തന്നെ മുത്ത് റസൂല് പറയാണ്, മൻ ഫത്തറ സ്വാഇമാ, ആരെങ്കിലും ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കാൻ തയ്യാറായാൽ കാന ലഹു മിസ്ല അജ്രിഹി, ആ കാന ലഹു മിസ്ല അജ്രിഹി, അയാളുടെ പ്രതിഫലം അതുപോലെ ഇയാൾക്കും ലഭിക്കുന്നതാണ്. നമ്മൾ നോമ്പ് തുറപ്പിക്കുമ്പോ അതേ കൂലി നോമ്പുകാരന്റെ അതേ കൂലി ഇയാൾക്കും കിട്ടും. അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വാഇമി ഷൈ, നോമ്പ് എടുത്ത ആളുടെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നുപോലും ചുരുങ്ങൂല്ല. അപ്പോ നമുക്ക് കിട്ടണ നേട്ടം എന്താണ്? അയാൾക്കും നോമ്പിന്റെ കൂലി കിട്ടും, നമ്മളുടെ നോമ്പിന്റെ കൂലി കിട്ടും. നോമ്പ് തുറപ്പിക്കുമ്പോ അതേ കൂലി വീണ്ടും നമുക്ക് കിട്ടാൻ. അത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ, അള്ള പഠിപ്പിച്ച ഈ മഹത്തായ സുന്നത്തിനെ ഒരു ഹറാമിലേക്ക് നമ്മൾ കൊണ്ടുവരുത്. എന്ന് പറഞ്ഞാൽ മഗ്‌രിബ് ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന, തറാവീഹിന് ആളുകൾ എത്താത്ത രൂപത്തിൽ, ഭക്ഷണം കുറെ പാഴാക്കുന്ന രൂപത്തിൽ, അല്ലെ കുറെ പാഴാക്കുന്ന രൂപത്തിൽ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ദൂർത്ത് കാണിക്കുന്നവർ അള്ള ഇഷ്ടപ്പെടില്ല. ഞെട്ടിപ്പിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കണ്ട, സംതൃപ്തിപ്പെടുത്താനുള്ള ഭക്ഷണം കൊടുക്കുക. നമ്മളിത് പാഴാക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന് പാഴാക്കുമ്പോ 20 മണിക്കൂറിലധികം നോമ്പെടുക്കണ രാജ്യങ്ങളുണ്ട് നമ്മളവിടെ. മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളിത് പാഴാക്കണത് ഒഴിവാക്കിക്കൂടെ? എത്ര മക്കള് പ്രിയമുള്ളവരെ ഭക്ഷണമില്ലാതെ ഇന്ന് ചില ശൈത്താന്മാര് ഇസ്രായേലിന്റെ മണ്ണിൽ നിന്ന് ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ഭക്ഷണം കടത്തിവിടാതിരിക്കുമ്പോ, ഈ പുണ്യ റമദാൻ അറബ് ഉച്ചകോടി തീരുമാനിച്ചിട്ട് പോലും തീരുമാനമാവാതെ കിടക്കുമ്പോ, ഭക്ഷണത്തിന്റെ കണ്ടെയ്നറുകൾ കാത്തുകെട്ടി കിടക്കാൻ ഒരൊട്ടിക്ക് മേലെ കടിപിടി കൂടുന്ന മക്കളെ, ആരാ? നമ്മൾക്കുള്ള മക്കളെ പോലെ ജീവിക്കുന്നവർ.
ഒരു മുസ്ലിമായി എന്ന തെറ്റല്ലേ അവർ ചെയ്തുള്ളൂ? അല്ലേ? അതിന്റെ പേര് പറഞ്ഞിട്ടാണ് ഈ നരനായാട്ടെങ്കിൽ അതിന്റെ മുന്നിൽ കളയാൻ നമുക്ക് തോന്നുന്നുണ്ടോ? അത്താഴത്തിനും ബാക്കിയെന്ന് പറഞ്ഞ് കൊണ്ടുപോയി വേസ്റ്റിൽ തള്ളുമ്പോ ആലോചിച്ചിട്ടുണ്ടോ? ഇതിനോട് അല്ലാഹുവിനോട് കണക്ക് പറയാതെ ആഖിറത്തിൽ നമ്മൾ നീങ്ങൂല. വല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹ്ക്ക് ഈ ധൂർത്തന്മാരെ ഇഷ്ടമല്ല, അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. അതോർത്തിട്ട് നമ്മൾ പ്രവർത്തിക്കണം, അതോർത്ത് പ്രവർത്തിക്കുക. അതുകൊണ്ട് നോമ്പ് തുറപ്പിക്കുക പുണ്യകരമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അസ്സലാത്തു ഫി റമദാൻ വദിക്രി വദ്ദുആ, നിസ്കാരം ഉണ്ടാവണം, ദിക്റുകൾ ഉണ്ടാകണം, ദുആകൾ ഉണ്ടാവണം. ഓരോ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനകളും നമ്മൾ ഈ മാസത്തെ നമ്മൾ കരുതേണ്ട എന്താണെന്നറിയോ? 11 മാസം ഇഷ്ടത്തിൽ ഉറങ്ങിയില്ലേ, നമ്മൾ ഇഷ്ടത്തിന് ഭക്ഷണം കഴിച്ചില്ലേ? ഈ ഒരു മാസം ഒരു ത്യാഗത്തിന്റെ മാസമായിട്ട് അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് നമസ്കാരങ്ങളിലെ പഞ്ച്വാലിറ്റി, ദിക്റുകളും ദുആകളും ഒക്കെ മനോഹരമായി നിർവഹിച്ച് മുന്നോട്ട് പോവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ധന്യമായ റമദാനോട് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നാം പറഞ്ഞു വന്നത് റമദാനിൽ നമുക്ക് ചെയ്യാനുള്ള പുണ്യകർമ്മങ്ങളെ സംബന്ധിച്ചാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉലമാക്കൾ പറയുന്നുണ്ട്, സിലത്തുർ റഹീം വൽ ഇഹ്സാനു ഇലന്നാസ്, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് വെക്കണം. അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് വരുന്ന ബന്ധുക്കളുടെ വീട്ടിൽ ഞാൻ അങ്ങോട്ടും പോകുന്നു, നല്ല കാര്യമാണ്, കുടുംബ ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകലാണ്. എന്നാൽ എവിടെങ്കിലും കുടുംബങ്ങൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ചേർക്കലുകൾ നടക്കുന്നത്. വാശിയും വൈരാഗ്യമൊന്നും വേണ്ട. റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നനച്ചുകൂടിയും വീട് വൃത്തിയാക്കലും ഒക്കെ ചെയ്ത് റമദാനിനെ വരവേറ്റവരെ നമ്മൾ. അതുപോലെ നമ്മളുടെ ഹൃദയത്തൊന്ന് കഴുകിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. കുടുംബ ബന്ധങ്ങളെ മുറിച്ചു വെച്ചിട്ടാണ് ആരാധനകളെങ്കിൽ ആലോചിക്കണം. തലക്ക് മേൽ ആരാധനകൾ ഉയരപ്പെടുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരെ തടയപ്പെടുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് വെക്കാൻ, അപാകതകൾ മറ്റുള്ളവരോട് പൊരുത്തം ചോദിക്കാൻ, മറ്റുള്ള ആളുകൾക്കൊക്കെ നന്മ ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ, എന്റെ മസ്ജിദുൻ നബവിയിലെ ഒരു മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം മറ്റൊരാളുടെ ആവശ്യത്തിന് നിങ്ങൾ നടക്കുന്നതാണ്. നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക? നന്മകൾ ഉണ്ടാവുക റമദാനിൽ. അതുപോലെ റമദാനിലെ ഉംറ, അൽ ഉംറതു ഫീ റമദാൻ തഅദിലു ഹജ്ജ ഔ ഹജ്ജത മഈ. ഒരു ഉംറ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ്. റമദാനിലെ ഉംറക്ക് ഹജ്ജിന്റെ പ്രതിഫലമാണ്. ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അത് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അള്ളാന്റെ ഹബീബിന്റെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. കഴിയുന്ന ആളുകളൊക്കെ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക. അങ്ങനെ പുണ്യകർമ്മങ്ങളെ കൊണ്ട് നിബിഡമായി റമദാൻ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇൻഷാ അല്ലാഹ് ഇതിന്റെ അവസാന 10 വരാനുണ്ട്. ആ സമയത്ത് ഇൻഷാ അല്ലാഹ് അവസാന 10ന്റെ സട്ടതകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ഖുത്ബയായി തന്നെ പറയാം. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. പക്ഷെ നമ്മുടെ ഇപ്പോൾ ഒരുങ്ങടം അവസാനത്തെ 10 അത് ഞാൻ അങ്ങാടികളിൽ കറങ്ങിത്തിരിയുന്നവനായി മാറിയില്ല. എനിക്ക് ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദർ കിട്ടണം എന്ന നിയ്യത്തൊക്കെ എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഇപ്പോഴേ നമ്മൾ അതിന് പ്രിപ്പയർ ആയിട്ടിരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ ദിക്റുകളും പ്രാർത്ഥനകളും ദുആകളും അള്ളാഹു കബൂൽ ചെയ്യാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും കുടുംബത്തിന് ചേർത്ത് വെച്ചും ആരാധനകൾ നിർവഹിക്കുക. പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ചില കടകളുടെയൊക്കെ കാടുകളിലൂടെ കടന്നു വരുമ്പോൾ അതിലിങ്ങനെ കാണാൻ പറ്റും, ആദ്യത്തെ 10 പ്രാർത്ഥന, രണ്ടാമത്തെ 10 പ്രാർത്ഥന, മൂന്നാമത്തെ 10 പ്രാർത്ഥന. അങ്ങനെ അള്ളാന്റെ ഹബീബ് 10 വേർതിരിച്ചൊരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല. റമദാനിന്റെ 30 ദിനരാത്രങ്ങളും റഹ്മത്തിന്റെ ദിനരാത്രങ്ങളാണ്. റമദാനിന്റെ 30 ദിനരാത്രങ്ങളും മഅ്ഫിറത്തിന്റെ ദിനരാത്രങ്ങളാണ്. അതിന്റെ അവസാനത്തെ 10 മാത്രമാണ് പ്രത്യേകമായി മുത്ത് റസൂലൻ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ. ആയിഷ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അൻനി എന്ന പ്രാർത്ഥന നടത്തുക. പ്രിയമുള്ളവരെ, ഇസ്തിഗ്ഫാർ, പാപമോചനം ഈ റമദാനിൽ ഉണ്ടാവണം. പാപം പൊറുക്കപ്പെട്ടില്ലെങ്കിൽ റമദാനായിട്ടും പൊറുക്കപ്പെടാത്തവൻ നാശമടയട്ടെ എന്നാണ്
ജിബ്രീൽ ദുആ ചെയ്തത് ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകിയാൽ അടുത്ത ഖുത്ബയിൽ പറയാം. പക്ഷെ ഓർക്കുക, നോമ്പായി, തറാവിഹായി, സ്വതക്കയായി, ലൈലത്തുൽ ഖദറായി, റമദാനിന്റെ ബറക്കത്തായി, സ്വമേധയ നന്മകളുടെ ആധിക്യം കൊണ്ട് അള്ളാഹിനോട് ചോദിക്കലായി അള്ളാഹു പാപങ്ങളെ പൊറിച്ചു തരും. അത്താഴത്തിന്റെ സമയം യൻസിലു റബ്ബന തബാറക വ തആല ഇല സമാഇ ദുനിയ, ഒന്നാം ആകാശത്തിലേക്ക് റബ്ബ് ഇറങ്ങി വരും. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവന് ഉത്തരം നൽകാം. ആരുണ്ട് പൊറുക്കലിനെ തേടാൻ, ഞാൻ പൊറുത്തു കൊടുക്കാം. നിസ്സാര സമയമല്ല പ്രിയമുള്ളവരെ. ഒന്നാം ആകാശത്തിലേക്ക് റബ്ബ് ഇറങ്ങി വന്ന് അള്ളാഹിനോട് നമ്മൾ ചോദിക്കുന്നതിനെ അള്ളാഹ് ഉത്തരം നൽകുന്ന സമയമാണ്. പാഴാക്കണ്ട. ഏതായാലും നമ്മൾ അത്താഴത്തിന് എണീക്കുന്നവർ കൂടെയാൻ അള്ളാഹുവിനോട് മനസ്സിരുത്തി പറയാനുള്ള, പാപങ്ങളെ പൊരുത്തപ്പെടിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഈദ് കിസ്വ, പാവപ്പെട്ട മക്കളുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഒന്നുമല്ലെങ്കിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറോടെ കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും. ആ ദിവസം ആവുമ്പോഴേക്കും നമ്മൾ ആ ഫണ്ട് എത്തിച്ചു കൊടുക്കാവുന്ന ഒരു ശ്രമം നടത്തുക. അങ്ങനെ ഏതൊക്കെ രീതിയിൽ, ഇത് കേവലം ഒരു വാക്കായിട്ട് നമ്മൾ തള്ളേണ്ട, പാവപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ടാണ്, നല്ലൊരു സ്വതക്കുള്ള അവസരമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇന്നത്തെ സാമ്പത്തികമായ കളക്ഷൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി തന്നെയാണ്. കാരണം നമുക്കറിയാം, മറ്റുള്ള വരുമാനങ്ങളൊന്നുമില്ലാതെ അൽഹംദുലില്ലാ മനോഹരമായി 2018 മുതൽ ഈ പള്ളി ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുവന്നുണ്ട്. അല്ലാഹു തആല നിയ്യത്തുകൾക്കനുസരിച്ച് ഭൗതികമായ ഒരു ലാഭേച്ഛയുമില്ലാതെ പ്രവർത്തിക്കാൻ ഇനിയും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ അതിനൊക്കെ കഴിവിന്റെ പരമാവധി നമ്മൾ സഹകരിക്കണം ഈ റമദാനുകളിലൂടെ. അൽഹംദുലില്ലാ 2018 ഈ പള്ളി ഇവിടെ കടന്നു വന്നതിന് ശേഷം ഇപ്പോൾ കോലളമ്പിലും അതുപോലെ ആലങ്കോടും ചെറവല്ലൂരുമായി വീണ്ടും വീണ്ടും പള്ളികൾ കടന്നു വന്നു. ആ ദഅവത്തും അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ അൽഹംദുലില്ലാ പള്ളിയിലൊക്കെ ജുമാക്ക് ആള് കൊള്ളാത്ത രൂപത്തിലാണ് പുതിയ പള്ളികളിൽ പോലും അല്ലാഹു തആല അവന്റെ നിഅമത്ത് കൊണ്ട് നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിന്റെ പ്രതിഫലം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങൾ ആരെയും നീ മാറ്റല്ലേ അല്ലാഹ്. സ്ഥിരം ജുമാക്ക് ഇവിടെ വരുന്ന സഹോദരന്മാരെ ഇന്നെത്താൻ കഴിയാതെ ഹോസ്പിറ്റലിലാണ്, ഉമ്മയും കൊണ്ട് ICUവിലാണ് എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ആ ഉമ്മാക്ക് നീ ഖൈറ് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. നാട്ടിലെത്തുമ്പോഴെല്ലാം ഇവിടെ ജുമാക്ക് ഓടി വരുന്ന മറ്റൊരു സഹോദരൻ, അദ്ദേഹത്തിന് കാർഡിയാക് അറ്റാക്കിന്റെ പ്രശ്നം വന്ന് ഹോസ്പിറ്റലിലാണ്, ട്രീറ്റ്മെന്റിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരുണ്ടല്ല. വിശിഷ്യ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്. ഞങ്ങളുടെ ഈ പള്ളിയിൽ ഞങ്ങളോട് ചേർന്നിരുന്ന പല സഹോദരങ്ങളും ഖബറിലാണല്ലാ. മഅഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي غزة وفي لبنان وفي أنحاء البلاد. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم افتح المسجد الأقصى. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.